എല്ലാവരും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ കക്കാടംപൊയിലുള്ള കക്കാടംപൊയിൽ ഞങ്ങൾ 4 ഫാമിലി ആയിക്കാണ്ട് ഒരു റിസോർട്ടൊക്കെ എടുത്ത് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഈ റിസോർട്ട് പറഞ്ഞാൽ നമ്മളെ കക്കാടംപൊയിൽ നിന്ന് ഏകദേശം കക്കാടംപൊയിലേക്ക് എത്തുന്നതിന് മുന്നായിട്ടാണ് ഈ റിസോർട്ട് കിടക്കുന്നത്. പരദീസ് അങ്ങനെ റിസോർട്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും പിന്നെ കപ്പിൾസിന് 3 ബെഡ്റൂം അതിൻ്റെ കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി വീഡിയോയിലോട്ടൊന്ന് കിടന്നാലോ. ഇതിപ്പോൾ റിസോർട്ടിലേക്ക് വരുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇതിങ്ങനെ കക്കാടംപൊയിക്ക് ഈ താഴത്തൂടെ പോണത് കക്കാടംപൊയിക്ക് പോണ റോഡാണ്. റിസോർട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മളിവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല പൊളിയാണ്. വൈകുന്നേരം സമയങ്ങളിലൊക്കെ നല്ല പൊളിയാണ്. വൈകുന്നേരം പറയാനുള്ള കേട്ടോ, ഇവിടെ ഏത് നേരം പൊളി തന്നെയാണ്. എൻജോയ് ദി തിങ്സ്. ഇവിടെ ഇതേമാതിരി ഒരു കോട്ടേജ്, പിന്നെ വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം. അവിടെ 2 റൂം സാധാ 2 റൂം. പിന്നെ ഇങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പോരാ. അത് കിച്ചണാണ് കേട്ടോ ആ തലക്കത്തത്. നമ്മളവിടേക്ക് വരുന്നവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവനാന് വെച്ചുണ്ടാക്കിയാണ്ട് അങ്ങനെ ചെയ്തുള്ള സംവിധാനങ്ങൾ. ഇത് പിന്നെ ലൈറ്റും കാര്യങ്ങളും കസേരയും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇരുന്നാണ്ടുള്ള വട്ടത്തിൽ ഇരുന്നാണ്ടുള്ള സംവിധാനം. പിന്നെ ഇവിടെ ഇത് സൈക്കിള്, നല്ലൊരു സൈക്കിള് വെച്ചിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു സൈക്കിൾ വെച്ച് ലൈറ്റൊക്കെ കത്തിച്ച്. അതാണ് ആ പേര്, പരദേശി. കണ്ടോ, ഇതാണ് ഈ റിസോർട്ടിൻ്റെ പേര് പറയണത്. പിന്നെ കോട ആ ഭാഗത്തുനിന്ന് കോട വരുന്നുണ്ട് കേട്ടോ. കോട ഇവിടെ ഏത് നേരം കോടയാണ്, 24 hours കോടയാണ്. കക്കാടംപൊയിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നമ്മളെ പൂള് കാണിച്ചു തരാം. ഇതാണ് പൂള്. കണ്ടോ, പൂളൊക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ ഇറങ്ങും. നമ്മൾ സംഗതികളൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ സംഗതികളും ഫുഡും കാര്യങ്ങളൊക്കെ റിച്ച്. ഇതിൻ്റെ ചുറ്റുഭാഗം കാര്യങ്ങൾ കണ്ടോളി, ഏത് നേരവും കോടയാണ്. നല്ല ഒരു ഇരിപ്പിടം ഉണ്ട് അവിടെ, സംവിധാനം. പിന്നെ മുതലാളിമാരൊന്നും ഇവിടെ കാണാനില്ല. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങളിവിടെ സംഗീതം ഞങ്ങൾക്ക് ഇതാണ്ട് ഏൽപ്പിച്ചു തന്നാണ് ഒരു പോയിക്കണിഞ്ഞ് ഒരു കുറച്ച് വരിക കാരണം. പിന്നെ അവിടെ ഷട്ടിൽ കളിച്ചുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. ഇതാ ഒരു അതിഥി പൂച്ചയാണ്. ഇത് ഇവിടുത്തെ ഒരു പടത്തെ പൂച്ചയെ കാരണം എന്താ അറിയില്ല. ഇവിടെ പിന്നെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സംവിധാനം, ഇരിക്കാനുള്ളൊരു സീറ്റ്. പിന്നെന്താ അങ്ങോട്ടൊന്ന് നോക്കിയാൽ പിന്നെ പൊളി വൈബാണ്. പൊളി വൈബ് പറഞ്ഞാൽ പറയാനല്ല, അത്രയും പൊളി വൈബാണ്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ കോട ഉണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുറച്ചൊന്നാണ്ട് ഒതുങ്ങി. ഇനി കോട വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ നിന്ന് പിന്നെ അവിടെ കണ്ടോ, അതൊരു 2 റൂമാണ് കേട്ടോ. ആ തലക്കത്ത് 2 റൂമാണ്. നല്ല ആർട്ടിഫിഷ്യലായി കാണാൻ നല്ല ചിത്രമൊക്കെ വരച്ചുകൊണ്ട് നല്ല ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ സംവിധാനം കാണിച്ചു തരാം, ഗെയിംസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ഒരു മിനിറ്റ് ലൈറ്റ് ഇടണം. ഇതാണ് ക്യാരംസ് ഉണ്ട്. പിന്നെ മറ്റേ ടേബിൾ ടെന്നീസ് തന്നെയാറില്ല. പിന്നെ വേറെ സംഗതി ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയാക്കിയാണ്ട് ചെയ്തിട്ടുണ്ട്. ഗെയിം സോണ്, നല്ല ചിത്രം വെച്ചാണ്ടൊക്കെ ഗെയിമിൻ്റെ വേറെ സംവിധാനം. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കിങ്ങനെ നോക്കിയാണ്ടല്ല, എന്താ മച്ചാനെ പൊളി വൈബ് എന്ന് പറയാം. അതിൻ്റെ അപ്പുറമില്ല. ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് ഡ്രസ്സ് മാറ്റിയാണ്ട്. ഇനി സ്വിമ്മിംഗ് പൂളിലുള്ള കളിയാണ് ഞങ്ങൾ കളിച്ചാൽ പോണത്. ഒരാൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഐ ലവ് കക്കാടംപൊയിൽ പറഞ്ഞിട്ട് ഒരു ചുമരുമേര് ഒരു ഇതാക്കിയാണ്. എന്താ ഭംഗിയില്ലേ ഇതിൻ്റെ ഉള്ളത്തെ സംഗതികളൊക്കെ. ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതിലാറെ വൈബാണ്.
ഏത് സമയത്തും കോടാറിനെ കോടന്നെ. ആ നോക്കി എന്താ ഭംഗി. ഈ റിസോർട്ടിൻ്റെ എന്താണ് ഇതിൻ്റെ ചുറ്റുഭാഗങ്ങൾ ഇപ്പോൾ കക്കാടംപൊയിൽ ഒരുപാട് റിസോർട്ടുണ്ട് കേട്ടോ. ഇതൊന്നല്ല, ഒരുപാട് റിസോർട്ടുണ്ട്. ഈ മെയിനായിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 24 hours മഞ്ഞാണ്, കോടയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ നോക്കാം, നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുന്ന് പൊള്ളി വൈബാണ്. എന്താ പറയാനൊന്നുമില്ല, വാക്കുകൾ കിട്ടണില്ല, അത്രയും ഭംഗിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു രസമുണ്ടാക്കി ആയിട്ടില്ലേ, ഇതൊക്കെ എടുക്കാലോ, ഇതൊക്കെ കളിച്ചാലോ. ഇതിന് തന്നെ സമയം വരുന്നത്, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോരും നമ്മൾക്ക്. നമ്മളിങ്ങനെ ഇറങ്ങി പോരൊടഞ്ഞ് നമ്മളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളിഞ്ഞ് സ്വിമ്മിംഗ് പൂൾക്ക് ഇറങ്ങുകയാണ്. റൂമിൻ്റെ ഉള്ളത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ ഒരുത്ത അവിടെ ഊഞ്ഞാലാടണേ. ഇല്ല എന്നാ ലായില്ലേ? ഓർക്ക ചെല്ലേ ചായ മക്കാനും ഓപ്പൺ ആയിക്കണം കേട്ടോ. ഇനി ചായ കടി എന്തേലൊക്കെ മണി അങ്ങോട്ട് വരാം അല്ലേ അസീബ? ചായ മക്കാനൊക്കെ ഓപ്പൺ ആയിക്കണേ, ഹോട്ടലിൽ റെഡി ആയിക്കണേ. എന്താ വേറൊരു ഫാമിലിയാണ് അവിടെ ഫോട്ടോ എടുക്കുന്നത്. ഈ റൂമിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇതാട്ടോ. ഇവിടെ ഒരു ഡൈനിങ് ടേബിള്, അവിടെ ഒരു കടക്കാലൊരു സംവിധാനമുണ്ട്. പിന്നെ ഇതാണ് ഈ റൂം. ഇവിടുത്തെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. നല്ല അടിപൊളിയാണ്. ഒരു അലമാരുണ്ട്, പിന്നെ ഇതുണ്ട്, ബെഡുണ്ട്. നല്ല അടിപൊളി ഇൻറ്റീരിയലൊക്കെ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ പ്യൂരിഫയർ, പാട്ട് സെറ്റ് ഉണ്ട്. ഇനി ഈ റൂമത്തെ ഇത് കാണിച്ചു തരാം. കലങ്കോലായിക്കൊണ്ടുണ്ട്. എവിടെ നിനക്ക് സ്വിച്ചുകൾ? പിന്നെ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല കാണാനുള്ളത് നല്ല പൊളി വൈബാണ്. ഇവിടെ നിന്ന് താഴത്തേക്കാണ് കീപ്പിട്ട് നല്ല കാഴ്ച. എന്താ ഭംഗി. നമ്മൾ ആ താഴത്തെ റൂമിൽ നിന്നൊക്കെ നമ്മൾ കണ്ടില്ലേ, ആ സംഗതികളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരും കേട്ടോ, നല്ല കാഴ്ചയാണ്. പക്ഷെ ഇപ്പോൾ കോടല്ല, ഇപ്പോൾ കോട പോയിക്കണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ഇരുട്ടായി, അപ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ കുറച്ച് മങ്ങിപ്പോയി. താഴത്ത് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് ഇങ്ങോട്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. അങ്ങേ തലക്കൽ സൂര്യൻ അസ്തമിച്ച് കാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഏതാ നിമിഷങ്ങൾക്കകം നല്ലൊരു വൈബുള്ളൊരു സംഗതിയാണ് ആ കാണുന്നത്. സൂര്യാസ്തമിക്കണം പൊള്ളിയാണ്. അതാ പോയി കാർമേഘത്തേക്ക് പോയി. ഉണ്ടോ, ആ തലക്കലാണ് സൂര്യാസ്തമിക്കുന്നത്. നല്ലൊരു പൊളി കാഴ്ചയാണ്, നല്ല അടിപൊളി കാഴ്ചയാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 റൂമും പിന്നെ ഇവിടെ 2 റൂമും, അങ്ങനെ 5 റൂം. ഈ 5 റൂമിക്ക് വരുന്നത് മിനിമം വരുന്നത് 9,000 രൂപയാണ്. 9,000 റുപ്യാണ്. ഈ 9,000 റുപ്യയിൽ 9,000 റുപ്യയിൽ അതായത് ഒരു ഫാമിലി ആണെങ്കിലും 3 ഫാമിലി ആണെങ്കിലും 4 ഫാമിലി ആണെങ്കിലും 5 ഫാമിലി ആണെങ്കിലും മിനിമം 3 ഫാമിലി അല്ലെങ്കിൽ 5 ഫാമിലി. അതായത് ഒരു ഫാമിലി ആണെങ്കിലും 3 ഫാമിലി 4 ഫാമിലി 5 ഫാമിലി അതൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ, ഒരു ഫാമിലി കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലോട്ട്
ഒരാൾക്കും കൊടുക്കില്ല, അതായത് ആ ഫാമിലിക്ക് മാത്രം. അപ്പോൾ മിനിമം 9,000 റുപ്യ മൊത്തമായിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ എന്താ വെച്ചാൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അതിൽപ്പെടും. അത് നമുക്ക് ഒരു തരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പൂളുണ്ട്, പിന്നെ ഗെയിംസുകൾ കാര്യങ്ങളുണ്ട്, പാർക്കിംഗ് സൗകര്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല പൊളി വൈബുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഫുഡിൻ്റെ പരിപാടികളോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ പണ്ടാരി അസീബ്. എന്താ അവിടെ ഉള്ളി വേറെ തെളിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കണേ, ഉള്ളി മസാലകൾ. ഓൻ പള്ളാർക്കുന്നു, നല്ലോൻ പള്ളാർക്കും. രാത്രിയൊക്കെ ഞങ്ങൾ മന്തിയാട്ടോ ഞങ്ങൾ കരുതിയിട്ടുള്ളത്. മന്തിയും ചിക്കൻ പൊരിയും, നല്ല അടിപൊളി മന്തി വെച്ച് ചിക്കൻ കൊണ്ടുള്ള നല്ല മന്തിയും വെച്ച്, പിന്നെ ചിക്കൻ പൊരിയും വെച്ച്. അതിൻ്റെ സലാഡിൻ്റെ പരിപാടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാരറ്റും കട്ട് ചെയ്ത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കണ്ടത്. പിന്നെ പുറത്ത് നല്ല മഴയാണ്, നല്ല കിടുക്കാച്ചി മഴ. അതിൻ്റെ സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അവിടെ നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ സൂര്യാസ്തമയം കണ്ടിന് അവിടുന്ന് നല്ലൊരു പൊളി വൈബായിരുന്നു. ഇതാ ഇവിടുന്ന് സൂര്യ ഉദിക്കണൊരു നല്ലൊരു കാഴ്ച. നല്ല അടിപൊളി കാഴ്ച. ഇവിടുന്ന് അങ്ങോട്ട് സൂര്യാസ്തമിക്കണ്, ഇവിടുന്ന് സൂര്യ ഉദിക്കണ്. എന്തായാലും ഭംഗി. സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടുന്ന് നല്ല അടിപൊളി കാഴ്ചയാണ്. റിസോർട്ടിൻ്റെ പകലത്തെ അവസ്ഥ ഇതാണ്. പകലായ എങ്ങനെയാണ്, ഒന്നുമില്ല, ഒരു ശൂന്യത, ആകെ ശൂന്യത. പൂള് രാവിലത്തെ മോർണിംഗ് വൈബാട്ടോ. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു, 7:30 മണിയൊക്കെ ആവാനായി. അപ്പോൾ രാവിലത്തെ കട്ടൻ ചായ മിച്ചൂറാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഞാനും ഉനൈസും ഉണ്ട് ഇപ്പോൾ അവിടെ കട്ടൻ ചായ കുടിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റുപോലൊക്കെ ഇങ്ങനെ നീച്ച് വരുന്നുള്ളൂ. അവിടെ 3 പെണ്ണുങ്ങളുണ്ട്. അച്ഛനും അസീബൊക്കെ അവിടെ ബാത്റൂമിൽ അവിടെ ഇവിടെയൊക്കെ പോയിക്കാണ്. നമ്മളിവിടെ ഇങ്ങനെ വൈബ് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നൂലപ്പം, കട്ടൻ ചായയും മുട്ടക്കറി. നിങ്ങളെ മൂല്യൊന്നും ഉണ്ടാവില്ല തീരെ. ഇവിടെ ഇവിടെ ഇങ്ങോട്ടോക്ക്. ഇവിടെ ഇവിടെ പോരെ